ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ്. ഇന്ന് വളരെ പോഷക ഗുണമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അരിപ്പൊടിയും മസൂർ പരിപ്പും കൂടി ചേർത്തുണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. വളരെ ടേസ്റ്റുമാണ്, വളരെ ഹെൽത്തിയുമാണ്, വളരെ പോഷക ഗുണങ്ങളൊക്കെ അടങ്ങിയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. നമ്മളെന്നും ഇഡ്ഡലിയും ദോശയൊക്കെ കഴിക്കുന്നതിന് പകരം ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വിറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും ഇതിലൂടെ നമ്മുടെ ശരീരത്തിന് കിട്ടും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1/2 കപ്പ് മസൂർ പരിപ്പ് എടുത്തിട്ടുണ്ട്. ചുവന്ന നിറത്തിലുള്ള പരിപ്പാണിത്. പരിപ്പുകളിൽ ഏറ്റവും ഗുണമുള്ള ഒരു പരിപ്പാണിത്. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള മഗ്നീഷ്യം, പൊട്ടാസ്യം ഒക്കെ ഇതിനകത്ത് ധാരാളം അടങ്ങിയിട്ടുണ്ട്. നമുക്കിതൊന്ന് വാഷ് ചെയ്ത് കുറച്ച് നേരം കുതിർക്കാൻ വെക്കാം. പരിപ്പിൽ ധാരാളം അഴുക്കും പൊടിയൊക്കെ കാണും, അതുകൊണ്ട് 2-3 പ്രാവശ്യം നല്ലതുപോലെ കഴുകണം. അപ്പോൾ നമുക്കിത് 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കാം. ഇപ്പം ഞാൻ പരിപ്പ് നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു അരമണിക്കൂർ കുതിരാൻ വയ്ക്കാം. ഈ സമയത്ത് നമുക്ക് ഒരു പാനിൽ 1 കപ്പ് വെള്ളം ചേർക്കാം. 1/2 കപ്പിൻ്റെ മെഷറിംഗ് കപ്പാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 2 കപ്പാണ് ഞാൻ ഒഴിക്കുന്നത്. അപ്പോൾ 1 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് നമുക്ക് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1 കപ്പ് പൊടിയാണ് ഞാൻ ചേർക്കാൻ പോകുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ള ഉപ്പാണ് ചേർത്തത്. 1 ടീസ്പൂൺ എണ്ണയും കൂടി ചേർക്കാം. അതിനുശേഷം 1 കപ്പ് അരിമാവ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കാം. അപ്പം ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന പൊടിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തത്. നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്നത് പോലെ നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കാം. അരിപ്പൊടി വാട്ടിയെടുക്കാനുള്ള വെള്ളം ഞാൻ വളരെ കുറച്ചാണ് ചേർത്തിരിക്കുന്നത്. കാരണം നമ്മൾ പരിപ്പ് അരച്ചിട്ട് ഇതിനകത്തേക്ക് ചേർക്കാനുള്ളതാണ്. അപ്പോൾ കുറച്ച് ലൂസാവും. അതുകൊണ്ട് ഞാൻ 1 കപ്പ് വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇത് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം നമുക്കിത് തണുക്കാൻ മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു ചട്നി ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ചിരകിയ തേങ്ങ ഒരു 5 ടേബിൾ സ്പൂൺ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർക്കാം. തേങ്ങാ ചട്നി ഉണ്ടാക്കാൻ അറിയാവുന്നവരാണെങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്തേക്കുക. ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് കേട്ടോ. തേങ്ങ ഇട്ടതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അധികം പുളിക്കാത്ത കട്ടത്തൈര് ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി പുളി വേണമെന്നുള്ളവർക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വരെ തൈര് ചേർക്കാം. ഇതിലേക്ക് ഇനി എരിവിന് വേണ്ട പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി നുറുക്കിയത്, 4-5 ചെറുള്ളി അരിഞ്ഞത്, കുറച്ച് വേപ്പില എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ്, 1/4 ടീസ്പൂൺ പഞ്ചസാര. പുളിയുള്ള ചട്നിയിൽ അല്പം പഞ്ചസാര ചേർത്താൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാനിപ്പോൾ 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ചൂടാക്കാത്ത ചട്നിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ചൂടാക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കടുകും വറ്റൽമുളകൊക്കെ ചൂടാക്കിയതിന് ശേഷം അതിനകത്തേക്ക് ഇട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പം ഞാൻ കടുക്, ഉള്ളി, വറ്റൽമുളക്, വേപ്പില എല്ലാം കൂടി ചൂടാക്കിയാണ് ഇതിൻ്റെ പുറത്തേക്ക് ചേർക്കുന്നത്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിനകത്തേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്ത് ഒന്ന് നല്ലതുപോലെ പൊട്ടിച്ചെടുക്കാം. കടുകും ജീരകവും പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർക്കാം. ഇനി 1/2 ടീസ്പൂൺ കടലപ്പരിപ്പോ അല്ലെങ്കിൽ പീസ് പരിപ്പോ ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. പരിപ്പൊക്കെ നല്ലതുപോലെ ഒന്ന് മൂക്കണത് വരെ വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ ഇഞ്ചി 1 ടീസ്പൂൺ ചേർക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ
പൊടിയായി അരിഞ്ഞ ചെറുള്ളി ചേർത്ത് കൊടുക്കാം. ചെറുള്ളിയാണ് ടേസ്റ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സവാള കുറച്ച് ചേർത്താൽ മതിയാകും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഉള്ളിയൊക്കെ നല്ലതുപോലെ വാടി കഴിയുമ്പോൾ ഇതിലേക്ക് എരിവിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ പച്ചമുളകാണ് ഞാൻ ചേർക്കുന്നത്. നല്ല നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചവേപ്പില പൊടിയായി അരിഞ്ഞിട്ട് അതും കൂടി ചേർക്കാം. വേപ്പില ചേർത്തതിന് ശേഷം നമുക്ക് ഉടനെ തന്നെ സ്റ്റൗവിൽ നിന്ന് മാറ്റാം. വേപ്പില ഒത്തിരി അങ്ങോട്ട് മൂത്ത് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ പാൻ സ്റ്റൗവിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ മസൂർ പരിപ്പ് കുതിർത്താൻ വെച്ചിട്ട് ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. നല്ലതുപോലെ കുതിർന്നിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് കുതിർന്ന് കിട്ടും. നമുക്ക് ഈ പരിപ്പിൻ്റെ വെള്ളം ഒന്ന് കളഞ്ഞെടുക്കാം. വെള്ളം ചേർത്ത് അരക്കേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ കുതിർന്നിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് അരിഞ്ഞു കിട്ടും. വെള്ളം ചേർത്ത് ലൂസാക്കേണ്ട ആവശ്യമില്ല. വെള്ളം ചേർക്കാതെ തന്നെ ഈ പരിപ്പിലെ നനവ് കൊണ്ട് തന്നെ നല്ലതുപോലെ അരഞ്ഞു കിട്ടും. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ അരച്ച പരിപ്പ് നമുക്ക് വാട്ടി വെച്ചിരിക്കുന്ന മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി തിളച്ച വെള്ളത്തിലിട്ട് നമ്മൾ വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നല്ലതുപോലെ ചൂടൊക്കെ ആറിയിരിക്കുകയാണ്. ഈ അരച്ച പരിപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്ത ബെല്ലൈക്കണം കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ അരച്ചെടുത്ത പരിപ്പെല്ലാം ഞാൻ മാവിലേക്ക് ചേർത്തിട്ടുണ്ട്. പരിപ്പിന് വേണ്ട ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. മാവ് നമ്മൾ വാട്ടിയപ്പോൾ മാവിന് ആവശ്യമുള്ള ഉപ്പ് ചേർത്താണ് വാട്ടിയത്. അരച്ച പരിപ്പും പൊടിയും കൂടി നല്ലതുപോലെ പ്രസ് ചെയ്ത് കുഴച്ചെടുക്കുക. ഇപ്പം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന വറവ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് പൊടിയായി അരിഞ്ഞ മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ കുഴച്ചെടുക്കാം. ഇപ്പം നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ഗോതമ്പ് പൊടിയിലും ചെയ്യാം കേട്ടോ. അരിപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടിയും ഈ ചുവന്ന പരിപ്പും കൂടി എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ മാവെല്ലാം നല്ലതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്റ്റീമറിൽ വെച്ച് ആവി കയറ്റിയെടുക്കാം. ഞാനിവിടെ ഒരു സ്റ്റീമർ വെച്ചിട്ട് വെള്ളം നല്ലതുപോലെ തിളച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഉരുട്ടിയ ഉരുളകളെല്ലാം ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ ചേർത്തിരിക്കുന്ന ഈ മസൂർ പരിപ്പിൽ ധാരാളം പൊട്ടാസ്യം, മഗ്നീഷ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ഹാർട്ടിൻ്റെ ആരോഗ്യത്തിനും ഞരമ്പുകളുടെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ്. ഇനി സ്റ്റീമർ അടച്ച് നമുക്ക് 15 മിനിറ്റ് മീഡിയം ഹീറ്റിൽ വേവിച്ചെടുക്കാം. 15 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിപ്പോൾ നല്ല ചൂടാണ്. ചൂടൊന്ന് മാറിയതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ എന്നും രാവിലെ ഇഡ്ഡലി, ദോശ കഴിക്കുന്നതിന് പകരം ഇടയ്ക്കൊക്കെ ഇതുപോലെ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് വളരെ നല്ലതാണ്.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്